എങ്ങനെയാണ് മോക്ക് ടെസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്? എല്ലാം ഞാൻ പഠിച്ചു തീർന്നതിന് ശേഷമേ മോക്ക് ടെസ്റ്റ് എഴുതുള്ളൂ എന്നുള്ളൊരു ടെൻഷൻ. നിങ്ങൾ ആ എക്സാം ഹാളിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. മെജോറിറ്റി ഓഫ് കുട്ടികളും ടൈം മാനേജ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും നിങ്ങൾ ക്വസ്റ്റ്യനോട് മത്സരിക്കാൻ നിൽക്കരുത്. ഹായ് ഡിയർ സ്റ്റുഡൻസ്, എങ്ങനെയാണ് മോക്ക് ടെസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? നിങ്ങൾ ഏറ്റവും അവസാനം എഴുതാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ? നീറ്റ് എക്സാമിന് വേണ്ടി മെയ് 5-ാം തീയതി നടക്കാനിരിക്കുന്ന നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എത്ര മോക്ക് ടെസ്റ്റ് എഴുതണം? ഓരോ മോക്ക് ടെസ്റ്റിലും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മോക്ക് ടെസ്റ്റിന്റെ മാർക്കുകൾ നിങ്ങൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? മോക്ക് ടെസ്റ്റിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത്, പിന്നീട് അറ്റൻഡ് ചെയ്തത്, ഇങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേണ്ടതാണ്. ഇതിൽ ചെറിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ പറഞ്ഞു തരാം. എല്ലാ കാര്യങ്ങളും ഒറ്റ വീഡിയോയിൽ പറയുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്തു തരാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എത്ര എണ്ണം എഴുതണം? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾ പഠിച്ചു കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നത് കൊണ്ട് നിങ്ങൾക്ക് വരുന്ന മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരു ഫുൾ ടോപ്പിക്സും പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഒരു 5 ചാപ്റ്റേഴ്സ് പഠിച്ചു എന്ന് കരുതുക. അപ്പൊ നിങ്ങൾ അടുത്ത് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന മോക്ക് ടെസ്റ്റിൽ ചിലപ്പോൾ ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കുറെ കൂടെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതിൽ നിങ്ങൾ തെറ്റ് വരുത്തുന്നത് കുറവായിരിക്കും. പിന്നീട് നിങ്ങളുടെ റിവിഷൻ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ചിലപ്പോൾ 10 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ആ 10 ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറെ കൂടെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എല്ലാം ഞാൻ പഠിച്ചു തീർന്നതിന് ശേഷമേ മോക്ക് ടെസ്റ്റ് എഴുതുള്ളൂ എന്നുള്ളൊരു ടെൻഡൻസി വയ്ക്കാതിരിക്കുക. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇനിഷ്യലി നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകൾ കുറവായിരിക്കും, പക്ഷെ അത് ഗ്രാജുവലി അത് അപ്ഗ്രേഡ് ചെയ്ത് വരും എന്നുള്ള വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. ഇനി അപ്ഗ്രേഡ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഏതൊക്കെയോ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മിസ്സാക്കുന്നുണ്ട്, പഠിക്കുന്നതിൽ കുറവ് വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ ഞാനത് ഓരോന്നായിട്ട് ഇവിടെ അക്കമിട്ട് എഴുതാം. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം നമ്പറിൽ എഴുതാൻ ശ്രമിക്കുക. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു എന്താണ്? മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പാറ്റേണിലേക്ക് വരികയാണ്. അതായത് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ആ എക്സാം ഹാളിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ചില ആൾക്കാർ ഈ പറയുന്ന എക്സാം ഹാളിലേക്ക് വരുന്നു, ക്ലാസ്സിൽ ഇരിക്കുന്നു, ആൻഡ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ചിലപ്പോൾ വറീഡ് ആവുന്നു, ചിലപ്പോൾ അവർക്ക് വെള്ളം ദാഹിക്കുന്നു, അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, ഇങ്ങനത്തെ പല കാര്യങ്ങൾ വന്നേക്കാം. അപ്പൊ ഇതെല്ലാം നേരത്തെ തന്നെ നിങ്ങൾ എന്തായിരിക്കണം? പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ പ്രിപ്പയർഡ് ആവണമെങ്കിൽ നമ്മൾ എന്ത് അറ്റൻഡ് ചെയ്യണം? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം അല്ലെ? അപ്പൊ എക്സാമിന്റെ ആ എക്സാം ടൈം മാനേജ് ചെയ്യാൻ നിങ്ങൾ അറിയണം. ഞാൻ പറയുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് നിങ്ങളൊരു സൈക്കോളജിക്കലി നല്ല വെൽ ബീയിങ്ങിൽ എത്താൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആ ടൈം ലിമിറ്റിൽ, അതായത് 3 മണിക്കൂർ 20 മിനിറ്റ് ആണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ കിട്ടുന്നത് എങ്കിൽ ആ 3 മണിക്കൂർ 20 മിനിറ്റിൽ ഈ 200 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? മാറണം. അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ടൈം മാനേജ്മെന്റ് എന്ന് ഞാൻ പറയുന്നത്. മാനേജ്മെന്റ് എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നമ്പർ ഓഫ് ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. എന്റെ ഒരു ബേസിക് കൺസേൺ പ്രകാരം നിങ്ങൾ ഒരു 50+ മോക്ക് ടെസ്റ്റ്, 50-ന് മുകളിൽ മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. കാരണം പല മോക്ക് ടെസ്റ്റുകളും പല പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അത് ഓരോ ടീച്ചേഴ്സും സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും വരിക. പിന്നെ എപ്പോഴും മനസ്സിലാക്കുക, ആദ്യം എഴുതുന്ന മോക്ക് ടെസ്റ്റുകൾക്ക് നല്ല മാർക്കുകൾ കിട്ടുകയും പിന്നീട് വരുന്ന മോക്ക് ടെസ്റ്റുകളിലേക്ക് മാർക്ക് കുറയുകയും ചെയ്യുമ്പോഴത്തേക്കും അതിൽ വറീഡ് ആവരുത്. അത് ക്വസ്റ്റ്യന്റെ പാറ്റേൺ അനുസരിച്ചാണ്. ചില ആൾക്കാർ സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലായിരിക്കും, ചിലതിൽ ഒരു മോഡറേറ്റ് ലെവൽ ആയിരിക്കും, കുറെ കൂടെ ഈസി ലെവൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് കുറെ കൂടെ ഈസി ആണെങ്കിൽ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നു. അപ്പൊ ആദ്യമേ അത് ചെയ്യാതിരിക്കുക. ആദ്യമേ എന്ത് ചെയ്യുക? നിങ്ങൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ലെവൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യുന്ന രീതിയിൽ, അത് ടീച്ചേഴ്സിന് അറിയാം എങ്ങനെയാണ് നിങ്ങൾക്ക് ആ പറയുന്ന ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് തരേണ്ടതെന്ന്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഒരു ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50+ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എക്സാം ടൈമിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 2-3 കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന എൻട്രൻസ് എക്സാമിന് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വാച്ച് അതിനകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല.
പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ പൗച്ചോ അല്ലെങ്കിൽ ബോക്സോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോവുക. അതായത് നിങ്ങൾ എങ്ങനെയാണോ നീറ്റ് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാൻ പോവുക. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതുമായിട്ട് എന്താവും, നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും, ഓക്കെ ഈ സാധനങ്ങൾ ഇല്ലാതെയാണ് ഞാൻ അവിടെ പോവേണ്ടത്. ചില കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വാച്ചിലെ ടൈം നോക്കിയിട്ടായിരിക്കും എക്സാം എഴുതുക. പിന്നീടാണ് മനസ്സിലാവുക അവർക്ക് വാച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഒരു ഇറിറ്റേഷൻ ഒക്കെ പിന്നീട് സംഭവിച്ചേക്കാം. അതുകൊണ്ട് ആദ്യമേ തന്നെ സ്വന്തമായി പേഴ്സണൽ വാച്ചുകളൊന്നും യൂസ് ചെയ്യാതെ പോയിട്ട് എക്സാം എഴുതുന്നതായിരിക്കും നന്നാവുക. പിന്നെ അതേപോലെ ചില ആൾക്കാർക്ക് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്താ പറയുക, യൂറിനേറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയണം. അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഉറക്കം വരുന്നുണ്ടാവും. അപ്പൊ ഈ പറയുന്ന 3 hours 20 minutes അല്ലെ, 3 hours and 20 minutes എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കുറെ കൂടെ സ്റ്റേബിൾ ആയിട്ടിരിക്കുക, കോൺഷ്യസ് ആയിട്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റുകൾ വീണ്ടും നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ടൈമില്, എക്സാമിന്റെ ടൈമില് നിങ്ങളുടെ ആ ഒരു ഫിസിയോളജിക്കൽ തിങ് നിങ്ങൾ സ്റ്റേബിൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പഠിക്കും. ഇനി ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഓഫ് കുട്ടികളും ടൈം മാനേജ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ബേസിസിലാണ് ചിലപ്പോൾ ചെയ്തു വരിക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഒരു ഇവാലുവേഷൻ നടത്താൻ പറ്റും. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം മാനേജ് ചെയ്യുക. ഇപ്പൊ ചില ആൾക്കാർക്ക് ഫിസിക്സ് ടഫ് ആയിരിക്കും, ഫിസിക്സിന് കൂടുതൽ ടൈം വേണമായിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന കെമിസ്ട്രി എന്താണ് കുറെ കൂടെ ഇതായിരിക്കും. പിന്നെ മെജോറിറ്റി ഓഫ് കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ സ്റ്റിക്ക് ഓൺ ടു എ ക്വസ്റ്റ്യൻ. അവര് ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ തൂങ്ങിക്കിടക്കും. ഒരിക്കലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും നിങ്ങൾ ക്വസ്റ്റ്യനോട് മത്സരിക്കാൻ നിൽക്കരുത്. അതായത് ഇപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് പാടാണ്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കി. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എടുത്ത് വാശിയായി, ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ടേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുള്ളൂ. അങ്ങനത്തെ ഒരു നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആരും തട്ടിയെടുത്തോണ്ട് പോകാനൊന്നും പോകുന്നില്ല. അപ്പോ ആ ക്വസ്റ്റ്യൻ അവിടെ തന്നെ കാണും. നിങ്ങൾക്ക് വീണ്ടും വന്ന് റീവൈൻഡ് ചെയ്ത് എന്ത് ചെയ്യാം, ഇത് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഒരു ക്വസ്റ്റ്യനോടും നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കരുത്, മത്സരിക്കാൻ നിൽക്കരുത്. ആ ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ നെക്സ്റ്റ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. അതും അറിയില്ലെങ്കിൽ ഗോ ടു ദ നെക്സ്റ്റ് വൺ. അങ്ങനെ നിങ്ങൾ അടുത്തതിലേക്ക് പോകാൻ ശ്രമിക്കുക. ആൻഡ് ആ പറഞ്ഞ് നിങ്ങൾ പോകുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. തിരിച്ചു വന്ന് നോക്കേണ്ട ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. 1, നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ എഴുതുക. 2, എക്സാം ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ എക്സാം ടൈമിൽ നിങ്ങളുടെ ആ ഒരു ഫിസിയോളജിക്കൽ തിങ് മാനേജ് ചെയ്യാൻ പഠിക്കുക. ആൻഡ് 3ാമത്തത് ടൈം മാനേജ്മെന്റ്. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസിൽ തങ്ങി നിൽക്കാതെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യമേ ചെയ്ത് സേഫ് മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇതിന്റെ ഫർദർ ക്ലാരിഫിക്കേഷൻസും ഫർദർ ഐഡിയാസും പറഞ്ഞുതരാൻ വേണ്ടി ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും. സോ താങ്ക് യു ആൾ.